നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇത്തവണയും കോടേരിച്ചാലിലെ നവമിത്രൻ എന്ന 12കാരൻ വീട്ടിലും ക്ഷേത്രങ്ങളിലും രാമായണം വായനയിലാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് രാമായണം വായന. മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാസാര വന്ദേ വാൽമീകി കോകിലം. കോടേരിച്ചാലിലെ 12 വയസ്സുകാരനായ മമ്പാട്ടിൽ നവമിത്രൻ ഈ വർഷവും വീട്ടിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ചെയ്തു വരികയാണ്. ചെറുപ്രായത്തിൽ തന്നെ സമീപത്തെ മമ്പാടിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന രാമായണം വായിക്കുന്നത് കേട്ട് വളർന്നതിനാൽ 3ാം ക്ലാസ് മുതൽ രാമായണ വായന തുടങ്ങിയതായി നവമിത്രൻ പറഞ്ഞു. നമസ്തേ, എൻ്റെ പേര് നവമിത്രൻ. ഞാൻ വേദവ്യാസ വിദ്യാപീഠം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. കണാട് അച്ചാച്ചൻ ഒരാൾ വായിക്കുന്നുണ്ടായിരുന്നു. ഓല അടുത്ത് നിന്നിട്ടാണ് എനിക്ക് രാമായണത്തിൽ ഇഷ്ടം വന്നത്. പിന്നെ എൻ്റെ സ്കൂളിൽ മത്സരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 3ാം ക്ലാസ് തൊട്ട് ഞാൻ ഇതിൽ ചേരാൻ തുടങ്ങി. അപ്പോൾ ഈ 7ാം ക്ലാസ് വരെ ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഈ രാമായണത്തിലേക്ക് വരാനുള്ള പ്രോത്സാഹനം നൽകിയത്. പിന്നെ കുറെ ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ലിനീഷ് മാമൻ. ഓല് ലണ്ടനിലാണ്. എന്നിട്ട് ഓല് എനിക്ക് ഒരു രാമായണം കൊടുത്തു വിട്ടു. ഞാൻ 5 വർഷമായി ചെണ്ട പഠിക്കുന്നു എൻ്റെ ആശാനായ കണിലിശ്ശേരി വിനോദ് മാരാറിന്റെ കീഴിൽ. പിന്നെ ഞാൻ പ്രസംഗത്തിൽ, പിന്നെ കവിത, പാരായണം, പിന്നെ ഒട്ടനവധി ഞാൻ ജില്ലാതലത്തിൽ വരെ പോയിരുന്നു. പിന്നെ എനിക്കൊരു ഭജനേന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് നാദബ്രഹ്മം ഭജൻസ്. പുതുതലമുറ ഇത്തരം ആത്മീയ പ്രഭാഷണങ്ങളോ മത്സരങ്ങളിലോ പങ്കെടുക്കാറില്ലെന്നും പേരാമ്പ്ര വേദവ്യാസപീഠം സ്കൂളിൽ ചേർന്നതോടെ ആതിഥ്യമര്യാദയും ഗുരുക്കളെ വന്ദിക്കാനും പഠിച്ചതായും നവമിത്രൻ പറഞ്ഞു. പ്രസംഗകലയും വായനാശീലവും കവിതയെഴുത്തും ക്വിസ് മത്സരങ്ങളിലും ചെണ്ടമേളത്തിലും പഠനത്തിലും ഇതിനോടകം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. കർക്കിടകം 1 മുതൽ 31 വരെ വീട്ടിൽ വെച്ചും മറ്റു ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം ചെയ്യാൻ ആളില്ലാത്തപ്പോഴും നവമിത്രന് അവസരം കിട്ടാറുണ്ട്. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഭഗവത്ഗീത ക്ലാസുകളിലും നിരവധി മത്സരങ്ങളിലും പങ്കെടുത്തു വരുന്നു. മമ്പാട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ശ്രീധന്യയുടെയും ഏക മകനാണ് നവമിത്രൻ. നവമിത്രൻ എന്ന ചെറിയ കുട്ടിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നവമിത്രൻ വേദവ്യാസ സ്കൂളിലെ അരുൺ ഉദയ ക്ലാസ് മുതൽ അവിടെ പഠിക്കുകയാണ്. അരുൺ ഉദയ എന്ന് പറഞ്ഞാൽ LKG UKG. അന്ന് മുതൽ തന്നെ അവൻ്റെ ടാലൻറ്റ് കണ്ടെത്താൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ വീട്ടിലും അതേ രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടുന്നത്. പഠന കാര്യത്തിൽ വളരെ മിടുക്കനാണ്. അതുപോലെ തന്നെ ഓർമ്മശക്തി, നല്ല ഓർമ്മശക്തിയാണ്. രാമായണത്തിൽ ഏത് ഭാഗം ചോദിച്ചാലും, ഭാഗവതത്തിൽ ഏത് ഭാഗം ചോദിച്ചാലും കൃത്യമായിട്ട് ഉത്തരം നൽകാൻ അവന് കഴിയാറുണ്ട്. എന്നാൽ പിന്നീട് അവന് സപ്പോർട്ട് ചെയ്യുന്നത് വേദവ്യാസ സ്കൂളിലെ ചേച്ചിമാർ, അതുപോലെ അവൻ്റെ ബന്ധുക്കൾ, അവൻ്റെ അമ്മ ശ്രീധന്യ, അവരാണ് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നത്. ഈ സീസണിൽ തന്നെ ഒരുപാട് രാമായണ പാരായണ മത്സരങ്ങളിൽ അവന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. വേദവ്യാസ സ്കൂളിൽ നടന്ന മത്സരത്തിൽ അവനാണ് 1ാം സ്ഥാനം. രാമായണം വായിക്കും, രാമായണ പ്രശ്നോത്തരി, രാമായണം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് മനപ്പാടമാണ്. അവർ വളരെ വിനയമുള്ള, എല്ലാവരോടും പെരുമാറുന്നത് പോലും അത്ര സൂക്ഷിച്ച് ചെയ്യുന്നൊരു കുട്ടിയാണ്. വേണ്ടാത്തൊരു വാക്കുകൾ പോലും അവൻ സംസാരിക്കാറില്ല. പഠനകാര്യമായാലും മറ്റു പെയിന്റിങ്, ഡ്രോയിങ് എല്ലാ രംഗത്തും മിടുക്കനാണ്. എന്തായാലും ആ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനത്തെ ഒരു കുട്ടീനെ ജന്മം കൊടുത്ത് ആ കുട്ടീനെ ഈ പൊതുവേദിയിലൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നാണോ ഇല്ലാണ്ട് ഏത് വേദിയിലും പറയാനുള്ള ഒരു ധൈര്യം അവനുണ്ട്. പെണമാരങ്ങ ക്ഷേത്രത്തിൽ വരുന്ന ഒരു രാമായണ പാരായണ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വേദവ്യാസയിൽ നടന്ന എല്ലാ കലാപരിപാടികളിലും എല്ലാ രംഗത്തും ഉണ്ടാവും. പിന്നെ ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് വിനയം. എല്ലാവരുടെ വിനയ സ്വഭാവം നമ്മളെ കുട്ടികൾക്കൊന്നും കാണാത്ത രീതിയിൽ നല്ല ഒരു ഭക്തനായി എങ്ങനെയാണോ പെരുമാറേണ്ട, ഒരു സഹപാഠികളെ തന്നെ ഒരാളെ പോലും ഒരു വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം പറയുകയോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുകയോ ഒന്നുമില്ല. സ്കൂൾ ലീഡറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല ഒരു കുട്ടിയാണ്. നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.